ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പള്ളിയിലിരുന്നു കൊണ്ട് ഈ പ്രഭാതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസിൻ്റെ എല്ലാ ഫضലും പുണ്യവും പ്രതിഫലവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന ഉപേക്ഷിക്കുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ പുണ്യവും വലുപ്പവും പ്രതിഫലവും അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പള്ളിയിൽ നിറഞ്ഞൊഴുകുന്ന ജനക്കൂട്ടം കാണുമായിരുന്നു. ഹദീസിൽ കാണാം, ബാങ്ക് വിളിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പള്ളിയിൽ നറുക്കെടുക്കേണ്ടി വരുമായിരുന്നു. അത്രക്ക് പ്രതിഫലമാണ്. ഒന്നാമത്തെ സഫിൽ ജമാഅത്തിനെത്തിപ്പെടാൻ നറുക്കെടുക്കേണ്ടി വരുമായിരുന്നു. മുട്ടിലിഴഞ്ഞെങ്കിലും അവർ പള്ളിയിലെത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഹദീസുണ്ട്. എന്നാൽ അതിൻ്റെ പ്രതിഫലവും വണ്ണവും പുണ്യവും ഒക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ. ആരൊക്കെ പുറത്തുണ്ടല്ലോ എന്ന് ഒരു നുള്ളു കയറിയിരിക്കുമ്പോൾ അവരുടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കുട്ടികളെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ണവും അതിൻ്റെ വലിപ്പവും പ്രതിഫലവും ഒക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു വമ്പിച്ച പ്രതിഫലമാകുമായിരുന്നു. അത് നോക്കി, രാവിലെ പ്രഭാത സമയത്ത് ഏറ്റവും ബറക്കത്തുള്ള സമയമാണെന്ന് പറയുന്നത്. നമ്മൾ അത്താഴം കഴിക്കുന്ന, സുബഹി ബാങ്ക് കൊടുക്കുന്ന വരെയുള്ള ആ സമയം മലായിക്കത്തുകളുടെ കൂട്ടമാണ് നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവുക. എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുന്നു പറയുന്ന ഒരു സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സുബഹിന്റെ ബാങ്ക് കേട്ട് ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ കൂലിയാണ്. കോടാനുകോടി സമ്പത്ത് നിറഞ്ഞു നിൽക്കുന്ന, നമ്മളൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ദുനിയാവില്ലേ, അതിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാൾ വലിയ കൂലിയാണ് ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് കൂലി, അതിന്റെ പ്രതിഫലം. അത് കഴിഞ്ഞ് ഒരാൾ സുബഹ് നമസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവൻ സമയം ഉറങ്ങാതെ നിസ്കരിച്ചവന്റെ കൂലിയാണ്. മൻ സ്വല്ല സുബ്ഹ, ആരെങ്കിലും സുബഹ് നമസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാന്റെ പ്രൊട്ടക്ഷനിലാണ്. അത് പള്ളിയിൽ വന്ന് ചെയ്യുന്നവന്റെ പ്രതിഫലമോ 27 ഇരട്ടി ജമാഅത്തിന്റെ പ്രതിഫലമാണ്. ചില ഹദീസുകളിലൊക്കെ പറഞ്ഞത് മുനാഫിഖീങ്ങളുടെ അടയാളങ്ങളായി, അല്ലെങ്കിൽ മുനാഫിഖീങ്ങളായി സമൂഹം വിലയിരുത്താനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് ഒരാൾ സുബഹിന്റെയും ഇശാഇന്റെയും അടക്കമുള്ള ജമാഅത്തിന് എത്തിപ്പെടാതിരിക്കുക എന്നത്. നഊദു ബില്ലാഹ്. ഈ പള്ളിയിൽ ഇപ്പോൾ 4-5, അല്ലെങ്കിൽ പള്ളീൻ്റെ കീഴിൽ 4-5 സൂറത്തുകൾ ഇതുവരെ നമ്മൾ തഫ്സീറുകൾ പഠിച്ചുകൊണ്ടിരുന്നു. ആ ക്ലാസ്സുകളിൽ പങ്കെടുത്ത എത്ര പേരുണ്ട്? സ്ഥിരമായി പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? ക്ലാസ്സിന് വരുന്നില്ല എന്നതിനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്നത് അയാൾ ആ സമയത്ത് പള്ളിയിൽ ജമാഅത്തിനില്ല എന്നുള്ളത് അതിനേക്കാൾ ചിന്തിക്കുന്ന കാര്യമാണ്. അയാൾ ജമാഅത്തിനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ക്ലാസ്സിന് ഇരിക്കാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, സഹാബത്ത് മുനാഫിഖീങ്ങളാകുമോ എന്ന് പേടിച്ചിരുന്ന ഭാഗമായിരുന്നു. കാരണം ബാക്കിയുള്ള നിസ്കാരമൊക്കെ അയാൾ അങ്ങാടിയിലോ ഷോപ്പിലോ കടയിലോ ജോലി തിരക്കിലൊക്കെ എന്ന് പറഞ്ഞ് നമുക്കൊരു വഴിയുണ്ട്. പക്ഷെ സുബഹിന്റെ ജമാഅത്തിന് ഏത് വീട്ടിലാണ് ജോലി ഉള്ളത്? വീട് മുഴുവൻ ലൈറ്റ് ഓണായി ജനങ്ങൾ ഇബാദത്തിലാകേണ്ട ഒരു സമയമാണ് പ്രഭാത സമയം എന്ന് പറഞ്ഞു. ബൂരിക അലാ ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് ബറക്കത്ത് ലഭിക്കപ്പെട്ടിരിക്കുന്നു പ്രഭാതത്തിൽ. ആ സമയത്ത് കിടന്നുറങ്ങുന്ന, ആ സമയത്ത് ഉറങ്ങി മാത്രം തീർക്കുന്ന, വെറുതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനി ഒഴിവാക്കണം. ഒരാൾ രാത്രി ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന അയാൾക്ക് രാവിലെ സുബഹിസ്കാരം കണ്ട് 10 മിനിറ്റ് കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതൊരു ശീലമായി മാറേണ്ട ആചാരമായി കൊണ്ട് നടക്കരുത്. ഏറ്റവും മടിയന്മാർ, ഇസ്ലാം പറയുന്നു, മടിയന്മാരുടെ, ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ആരോഗ്യ ചിന്തകൾ പങ്കുവെക്കുന്ന കിതാബിൽ പറയുന്നതാണ്, മടിയന്മാരുടെ ഒന്നാമത്തെയും മുഖ്യവുമായ ലക്ഷണം സുബീന്റെ സമയത്തേക്ക് പോലെ ഉറക്കണ്ടാവുക. അത് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളുടെയും നമ്മുടെ രോഗത്തിൻ്റെയും ടെൻഷൻ്റെയും പ്രഷറിൻ്റെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം അവിടേക്കും
അവിടെ ഒരാൾ എനർജറ്റിക്കായി വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും 4 എക്സസൈസ് ചെയ്യുന്നുണ്ടോ, അയാൾ കുറച്ച് നേരം നടക്കുന്നുണ്ടോ, അയാൾ പള്ളിയിൽ പോകുന്നുണ്ടോ, രാവിലെ ഒരാൾ ആക്റ്റീവാണോ, അയാളിലുണ്ടാകുന്നൊരു സന്തോഷവും ആരോഗ്യവും ഒരു ഫിറ്റ്നസ്സും വേറെ ഒരാളിലും കാണാൻ കഴിയില്ല. അതൊരു ബർക്കത്തിൻ്റെ ടൈമാണ്. അതിപ്പോൾ നമ്മൾ റമദാനാകുമ്പോൾ നമുക്കത് ശീലമായി തുടങ്ങും. ഉറക്കത്തിൻ്റെ കാര്യം, നമസ്കാരം കഴിഞ്ഞാൽ വേഗം എണീറ്റ് ഓടും. ഹദീസ് ക്ലാസ്സിനൊന്നും ഇരിക്കാൻ സമയം കിട്ടില്ല. ഹദീസ് ക്ലാസ് ഒരു 4 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ പുറത്തു പോയി നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയും പോയി അതിനൊന്നും വലിയ പ്രശ്നമല്ല. പള്ളികളിൽ നടക്കുന്ന ദീനിയായ മജ്ലിസുകളോട് ആളുകൾക്ക് എല്ലാ കാലത്തും പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. വേറെ എന്ത് ദുനിയാവിൻ്റെ തിരക്കിന് എത്ര മണിക്കൂർ എവിടെയും പോയിരിക്കും. പക്ഷെ മജ്ലിസ് അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്ന ഒരു സദസ്സില, അതൊരു മനുഷ്യന് ലഭിക്കുന്ന ഫദ്ലാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്താ ചോദിക്കണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, നിന്റെ ഔദാര്യത്തിൽ നിന്നാണ് റബ്ബെ ചോദിക്കുന്നത്. രാവിലെ സുബ്ഹിന്റെ സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്ന് ചോദിക്കുന്ന നമ്മൾ അത് കിട്ടുന്ന വഴികളിൽ നമ്മൾ തുറന്നിടാറുണ്ടോ? അതൊരു അവസരമാണ്. അതൊരിക്കലും അതൊരു ഹദീസാവാം. ഇപ്പോൾ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇന്നത്തെ സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഗ്രാൻഡ് മുഫ്തിയാണ്. നെറ്റിലടിച്ച് നോക്കി, സൗദി അറേബ്യൻ്റെ ഇന്നത്തെ ഗ്രാൻഡ് മുഫ്തി, അറഫയിൽ പ്രഭാഷണം നിർവഹിക്കാൻ യോഗ്യനായ ലോകത്തെ ഒരേ ഒരു വ്യക്തി, സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി. അദ്ദേഹം ഒരിക്കൽ മജ്ലിസിൽ വന്ന് പറയുന്നുണ്ട്, ക്ലാസ്സിൽ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഇൽമിൻ്റെ മജ്ലിസും നിസാരമായി തള്ളരുത്. ആളെ നോക്കി, സമയം നോക്കി, തരം നോക്കി മജ്ലിസുകൾ എന്ത് ചെയ്യരുത്? ഇൽമിൻ്റെ മജ്ലിസ് നീ തരം താഴ്ത്തി കാണരുത്. കാരണം ഫഇന്ന ഫീഹി, ചിലപ്പോൾ അവിടെയായിരിക്കാം നസീഹത്തൻ ലക മിൻ നജാത്തിൻ മിനന്നാർ, ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഉപദേശം ചിലപ്പോൾ ആ ക്ലാസ്സിനെ കൊണ്ട് കിട്ടുക. ഔ അല്ലെങ്കിൽ ഫുർസത്തൻ ലക ഇലൻ ജന്നത്തി, സ്വർഗത്തിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു ചാൻസ്, ഒരു ഉപദേശം ചിലപ്പോൾ 1.5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും കിട്ടുക. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ, പക്ഷെ നിങ്ങൾക്കത് അറിയണ്ടാവില്ല. പലരും വന്ന് അനുഭവങ്ങൾ പറഞ്ഞ് പങ്കുവെച്ചത് ഒരൊറ്റ ഖുതുബയിൽ മാത്രം കയറിയിരുന്നത്. ഞാൻ പറയുന്ന ആളെ കഴിവുകൊണ്ടല്ല, പറഞ്ഞ കാര്യത്തിൻ്റെ, നസീഹത്തിൻ്റെ, പ്രമാണത്തിൻ്റെ ശക്തിയാണത്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് പിന്നീട് ജീവിതം മാറ്റിമറിക്കപ്പെട്ട ഒട്ടനേകം ആളുകൾ നമ്മുടെ പള്ളിയും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസുമൊക്കെ ഇന്നും ചരിത്രത്തിലുണ്ട്. ഏതൊരു ഉപദേശമാണ്, ഏതൊരു ക്ലാസ്സാണ്, ഏതൊരു നസീഹത്താണ് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക പറയാൻ കഴിയില്ല. ഒന്നും നിസ്സാരമല്ല എന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ദർസിൽ നമ്മൾ പങ്കാളികളാവുക എന്ന് മാത്രമല്ല, പങ്കാളികളെ ഉണ്ടാക്കുക എന്നത് കൂടി നമ്മുടെ ദൗത്യമാണ്. നമ്മൾ ഒരാളെ ക്ഷണിച്ച് അയാൾ ക്ലാസ്സിന് വന്നിരുന്ന് അയാളിലുണ്ടാകുന്ന മുഴുവൻ നന്മകളുടെയും ഓഹരി പങ്കുവെക്കാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഇങ്ങനെ എണ്ണിയ 27-30ഓളം ഫദ്ൽ ഇങ്ങനെ കിതാബിലുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഫദ്ൽ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അത് വലിയൊരു കാര്യമാണ്. പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5300ഓളം വരുന്ന ഹദീസുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് 800ഓളം സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ പരമ്പര നീണ്ടുപോവുകയാണ്. ഇതിൻ്റെയൊക്കെ ഓഹരി പറ്റാൻ ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചുവെങ്കിൽ നമ്മൾ മുഖാന്തിരം ഈ ചക്കരക്കല്ലഞ്ചരക്കണ്ടി, ഈ ഇരുവേരിങ്ങൾ പറഞ്ഞ ഈ സ്ഥലം, പള്ളിപ്പൂയിൽ ഇങ്ങനെ ഈ പറഞ്ഞ ചുറ്റിച്ചരത്ത് ഒരു മനുഷ്യനെ അള്ളാഹിൻ്റെ ദീനിലേക്ക് ആത്മാർത്ഥമായി പോയി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂലി എത്രയൊക്കെ നീന്തി ചോദിക്കും. നമുക്ക് പേടിയാണ്, പറഞ്ഞ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ബേജാറാണ്. ഇതൊക്കെ എങ്ങനെ പോയി പറയാന്നുള്ള ബേജാർ. അങ്ങനെ ഇരുന്ന് നാണം കുടുങ്ങി ലജ്ജ കാണിച്ച് ഒഴിവായി നിന്നാൽ അതിൻ്റെ നഷ്ടം നമുക്കാണ്. അതിൻ്റെ വല്ലാത്ത നഷ്ടവും കുറ്റബോധമൊക്കെ അവസാനം നമുക്കുണ്ടാവുക. അതുകൊണ്ട് ദീനിയായ ഇൽമ് ധാരാളമായി പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഓതിപ്പഠിക്കാൻ ആർക്ക് ഈ സദസ്സിൽ നമ്മളോട് ചോദിക്കേണ്ടത്, എഴുന്നേറ്റെന്ന് ആ ആയത്തൊന്ന് ഓദിക്കാന്ന് പറഞ്ഞാൽ ധൈര്യസമേതം ഓതാൻ കഴിയുന്ന എത്ര ആളുടെ ഇവിടെ? അത് മതി. അതിനുള്ള ഉത്തരം കണ്ടെത്തിയ ക്ലാസ്സിന് ആളുണ്ടാവും. ഇമാമ് തല കറങ്ങി വീണാൽ മുമ്പൊക്കെ കയറി നിൽക്കാൻ ഇവിടെ ആരുള്ളത്? ഹാഫിലിങ്ങളുണ്ട്, ഓല അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പള്ളിയിൽ ഒരാൾക്ക് പെട്ടെന്ന് കയറി, ഖത്തീബ് കുഴഞ്ഞു വീണു, നിങ്ങളിവിടെ എന്താ കാട്ടം കണ്ടുകണം? ഇതൊക്കെ സംഭവിക്കൂലേ?
ഇതൊക്കെ അപ്പടി ചാടി തുടങ്ങാൻ പറ്റുമോ? ഇതൊക്കെ നേരത്തെ എപ്പോഴും സജ്ജായി പോകണം, എപ്പോഴും സജ്ജമായി പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നന്മയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.